നമസ്കാരം, എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ്. എങ്കിലും ഒന്നുകൂടെ കേട്ട് നോക്കാം. കഥയുടെ പേര് ഒരു കെട്ട് വിറകും ഓമന മക്കളും. കഥ തുടങ്ങാം. കഥ തുടങ്ങുന്നതിന് മുന്നേയായി ആരെങ്കിലും ബെൽ റീഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്നും വരുന്ന കഥകൾ, അതിൻ്റെ പുതിയ പതിപ്പുകളും എല്ലാം കിട്ടുന്നതായിരിക്കും. കഥ തുടങ്ങാം. ഒരു കെട്ട് വിറകും ഓമന മക്കളും. പണ്ട് ഒരു ഗ്രാമത്തിൽ നല്ല ഒരുപാട് സമ്പാദ്യമുള്ളൊരു പ്രഭു ജീവിച്ചിരുന്നു. വളരെ നല്ല മനസ്സിന് ഉടമയായ ആളായിരുന്നു അദ്ദേഹം. ഒരുപാട് ആളുകളെ സഹായിക്കുകയും എല്ലാം ചെയ്തിരുന്നു. നല്ലോണം കാശും ഉണ്ടായിരുന്നു. അയാൾക്ക് 3 മക്കളുണ്ടായിരുന്നു. ആ 3 മക്കളും ഇയാൾ കൊടുത്തിരുന്ന പൈസയൊക്കെ വെച്ച് സുഖമായി ജീവിച്ച് വളർന്ന് രസിച്ച് വരുന്ന മക്കളായിരുന്നു. അവർക്ക് കഷ്ടപ്പാട് എന്താണെന്നേ അറിയേണ്ടി വന്നിട്ടില്ല. അച്ഛന് നല്ലോണം കാശുണ്ട്. അച്ഛൻ സഹായിക്കുന്നതും അച്ഛൻ കാശ് കിട്ടാൻ വേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടിയിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും മക്കൾക്കറിയില്ലായിരുന്നു. മക്കളെ പാവമാണ്, പക്ഷേ മറ്റുള്ളവർ പറ്റിക്കാൻ എളുപ്പമായിരുന്നു മക്കളെ. എന്നും കാശുണ്ടെന്ന് പറയുമ്പോൾ മക്കൾക്ക് ഒരുപാട് ചങ്ങാതിമാരും ഉണ്ടായിരുന്നു. ഈ 3 ആമക്കളും കളിക്കും, ഒന്നിച്ച് നിൽക്കും, ചിലപ്പോൾ വഴക്കു കൂടും. പക്ഷേ മറ്റു ചങ്ങാതിമാരുണ്ടെങ്കിലും 3 പേരും തമ്മിൽ ഒട്ടും ഒത്തൊരുമയുണ്ടായിരുന്നില്ല. എന്നും എല്ലാ സമയത്തും ഇവർ തമ്മിൽ ചേരുമ്പോഴെല്ലാം തല്ലുകൂടൽ പതിവായിരുന്നു. ഈ പ്രഭുവിൻ്റെ ഭാര്യയാണെങ്കിൽ മക്കൾ ചെറുതായിരുന്ന സമയത്തേ മരിച്ചുപോയതാണ്. അപ്പോൾ അവരെ ഉപദേശിക്കാനും വളർത്താനും ഒന്നും തനിക്ക് പറ്റിയില്ല എന്നുള്ള സങ്കടം അയാൾക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അയാൾ ഒരുപാട് മക്കൾ വളർന്നതിന് ശേഷം ആണ് ആ ദുഃഖം, എന്താണ് ആ പ്രശ്നം എന്നുള്ളത് അയാൾക്ക് മനസ്സിലായത്. അയാൾ മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു, ചോദിക്കുന്നതൊക്കെ കൊടുത്തു. പക്ഷേ കുട്ടികളെ നല്ലത് പഠിപ്പിക്കാൻ മാത്രം അയാളെ കൊണ്ട് സാധിച്ചില്ല. അയാൾ എല്ലാവരെയും സഹായിച്ചു, പക്ഷേ സ്വന്തം മക്കളെ നന്നാക്കാൻ അയാളെ കൊണ്ട് പറ്റിയില്ല. അതിൽ അയാൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടായിരുന്നു. എന്നും ആലോചിച്ച്, എനിക്ക് വയസ്സായി വരികയാണ്, ഇനി കുട്ടികൾ തമ്മിൽ തല്ലിക്കൊണ്ടിരുന്ന എന്താവും അവസ്ഥ എന്നാലോചിച്ചിട്ട് അയാൾക്ക് എന്നും സങ്കടമായിരുന്നു. അയാളുള്ളിടത്തോളം കാലം അയാളുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ സൂക്ഷിച്ചു വെക്കാനും അത് സൂക്ഷ്മമായി ചിലവാക്കാനും മക്കളെ നോക്കാനും അയാൾക്ക് കഴിവുണ്ടായിരുന്നു. മക്കൾക്ക് അച്ഛനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവർക്ക് തെറ്റ് ചെയ്ത് ശരി ചെയ്ത്, അതായത് നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ നമ്മളെ തമ്മിൽ വേണ്ടി വരുന്ന ആളുകളാണോ, അല്ല നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണോ, ശരിക്കുള്ള സുഹൃത്തുക്കളാണോ, നല്ല കാര്യത്തിന് കൂടെ നിൽക്കുന്നവരാണോ എന്നൊന്നും നോക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. തന്നെ ഇത് മാത്രമല്ല, ഈ 3 മക്കൾ ഒന്നിച്ച് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാലോ ഇവർക്ക് ഒരിക്കലും എല്ലാവർക്കും ചേർന്നൊരു അഭിപ്രായമില്ല. എപ്പോഴും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ്. അപ്പം അയാൾക്ക് തൻ്റെ കാലം കഴിഞ്ഞാൽ ഈ മക്കളുടെ അവസ്ഥ എന്താവും എന്നുള്ളത് അയാൾക്ക് എപ്പോഴും സങ്കടമുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു. കുറേ ആലോചിച്ചിങ്ങനെ ഇരുന്നു അയാൾ എന്താ ചെയ്യാൻ. കുറേ കാലങ്ങൾ കഴിഞ്ഞതും ഇയാൾക്ക് ഈ പ്രഭുവിന് ഒട്ടും വയ്യാണ്ടായി. അസുഖം കൂടി വരുന്നു, ഒപ്പം സങ്കടവും കൂടി വരുന്നു. മക്കളുടെ അവസ്ഥ എന്താവുന്ന, ഇവരെ ഒന്ന് ഉപദേശിക്കണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ അയാൾക്ക് പെട്ടെന്നൊരു ഉപായം തോന്നി. എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്നൊരു ഐഡിയ കിട്ടി. അയാൾ 3 മക്കളെയും വിളിച്ചു വരുത്തി തൻ്റെ അരികിലേക്ക്. എന്നൊക്കെ പറഞ്ഞാലും മക്കൾക്ക് അച്ഛനെ വലിയ ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ. അച്ഛൻ പറഞ്ഞതും മക്കളെ 3 പേരും എത്തി. പക്ഷെ തല്ലിക്കൊണ്ടാണ് വരണത്. അപ്പോഴേ സങ്കടമുണ്ട് കേട്ടപ്പോൾ. എന്നാലും അദ്ദേഹം അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആ മക്കളോടായിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഒരു കെട്ട് ചുള്ളിക്കമ്പുകൾ പെറുക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു, അച്ഛന് വയ്യാന്ന് പറഞ്ഞ് കാണാൻ വന്നപ്പോൾ അച്ഛൻ എന്താ ഈ പറയണേ, ചുള്ളിക്കമ്പ് പെറുക്കിയിട്ട് വരാനോ? എന്തിനാ അച്ഛാ എന്നാണ് ആദ്യം ചോദിച്ചത്. രണ്ടാമത്തെ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, ഞങ്ങൾക്ക് കളിക്കാൻ പോകേണ്ടതാണ്, എന്തിനാ ഇപ്പോൾ ചുള്ളിക്കമ്പ് ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും, എനിക്കൊരു കാര്യമുണ്ട്, നിങ്ങൾ പോയിട്ട് എനിക്കിപ്പോൾ ചെയ്തു തരേണ്ട, എനിക്ക് ഒരു കെട്ട് ചുള്ളിക്കമ്പുകൾ പറിക്കാനുണ്ട്. ചുള്ളിക്കമ്പ് പറഞ്ഞാൽ ചെറിയ ചില്ലകളായിട്ട് ഈ കാണുന്ന കെട്ട് പോലുള്ള ഒരു കെട്ട് കമ്പുകൾ കൊണ്ടുവരാനാണ് പറയണത്. ശരി, അച്ഛൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ മക്കൾ കമ്പ് അന്വേഷിച്ച് പോയി. 3 പേര് 3 ഭാഗത്തോട്ട് പോയി കുറേ കമ്പുകളും പെറുക്കി കൊണ്ടുവന്നു. എന്നിട്ട് 3 ആളും കൂടെ ചേർന്ന് അതിനെ ഇങ്ങോട്ട് കെട്ടി, നല്ല മുറുക്കി കെട്ടാൻ പറഞ്ഞു അച്ഛൻ. നല്ലോണം മുറുക്കി തന്നെ ഇങ്ങോട്ട് കെട്ടി ഒരു കെട്ട് കമ്പായി. കമ്പ് കിട്ടിയപ്പോൾ കെട്ട് മുറുകിയോ ചോദിച്ചു അച്ഛൻ.
ആ മുറുകി നന്നായി മുറുക്കിയിട്ടുണ്ട്, ഞങ്ങൾ 3 പേരും നോക്കുകയും ചെയ്തു, നന്നായി മുറുകിയിട്ടുണ്ട് പറഞ്ഞു. ശരി, എന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആദ്യത്തെ മൂത്ത മകൻ വരൂ, നീ ഈ കമ്പിനെ മുഴുവനായിട്ട് പൊട്ടിച്ച് 2ആക്കാൻ ശ്രമിക്കൂ പറയും. 2ആക്കി തരുമോ ചോദിക്കും. ഉള്ളതിൽ മൂത്ത ആളാണ്, അതുകൊണ്ട് തന്നെ ആൾക്ക് ഇത്തിരി സൈസും ഒക്കെ ഉണ്ട്, അത്യാവശ്യം എന്താ പറയുക ബലമൊക്കെ ഉള്ള ആളാണ്. നല്ലോണം ശ്രമിച്ചിട്ടും ചവിട്ടി പൊട്ടിക്കാൻ നോക്കി, കൈ കൊണ്ട് ഒടിച്ച് പൊട്ടിക്കാൻ നോക്കി, എന്നിട്ട് ഒന്നും നടന്നില്ല. മതി, തോറ്റു പിന്മാറിയോ ചോദിക്കും. അതേ പറയും. അപ്പോൾ മനസ്സിലൊരിത്തിരി ദേഷ്യമൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ 2ാമൻ്റെ കൈ കൊടുക്കൂ പറയും. എന്നിട്ട് അവനോട് പൊട്ടിക്കാൻ പറയും. അപ്പോൾ അവൻ വിചാരിക്കും ഈ ഏട്ടൻ ഇതും ആവില്ല, എന്നെക്കൊണ്ട് പൊട്ടിക്കാമല്ലോ, ഞാൻ വേഗം പൊട്ടിച്ചുതരാമെന്നൊക്കെ പറഞ്ഞാൽ അതിന് മുകളിൽ കയറി നിന്ന് ചാടാനും ഒടിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷേ വിറക് കിട്ട് നല്ല മുറുക്കി കിട്ടിയ വിറകായതുകൊണ്ട് അതിനെ നേർപകുതിയാക്കി പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ മുഴുവൻ വിറകുകളും പൊട്ടിക്കാൻ അവനെ കൊണ്ട് സഹായിക്കുന്നില്ല. 3ാമത്തെ അവനെ വിളിക്കും. 3ാമത്തെ ആൾ വരും, വന്നിട്ട് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴും 3ഉം പൊട്ടിക്കാനായിട്ട് സാധിക്കില്ല 3 ആൾക്കും. അപ്പം അച്ഛൻ പറയും 3 പേരെ കൊണ്ടും പൊട്ടിക്കാൻ സാധിച്ചില്ല അല്ലേ, ഇനി ഒരു കാര്യം ചെയ്യും, കെട്ടിയ കയറങ്ങട് അഴിച്ചെടുക്കൂ പറയും. അപ്പോൾ മക്കൾക്ക് ആദ്യം അങ്ങോട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇത് എന്താ, അത് ഒരു കെട്ട് വിറക് കൊണ്ടുവരാൻ പറയുക, എന്നിട്ട് അതിനെയൊക്കെ കെട്ടി വെക്കാൻ പറയുക, എന്നിട്ട് കെട്ടിയതിനെയൊക്കെ പഴിക്കാൻ പറയണം, ഇത് എന്താ എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യമൊക്കെ വരും. നല്ല അച്ഛൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാൽ അവർ കെട്ടങ്ങട് അഴിക്കും. വിറക് കെട്ട് അഴിച്ചതിന് ശേഷം അച്ഛൻ പറയും 3 പേരോടും അതൊന്ന് ഓരോരോ കമ്പുകൾ വീതം എടുക്കാൻ പറയും. മക്കളെടുക്കും. ഇനി ഇതിനെയൊക്കെ ഒന്ന് പൊട്ടിക്കൂ പറയുമ്പോഴത്തേക്കും അവർ ചെരിക്കുമ്പോഴത്തേക്കും തന്നെ അത് ഒരൊറ്റ പൊട്ടിക്കലിൽ തന്നെ 2 തുണ്ടായി പൊട്ടും. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അച്ഛൻ പറഞ്ഞ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലേ, സൂപ്പർ, അച്ഛൻ്റെ ആഗ്രഹമല്ലേ, അച്ഛൻ പൊട്ടിക്കാൻ പറഞ്ഞു, ഞങ്ങൾ പൊട്ടിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ 3 പേർക്കും സന്തോഷമായി. നമ്മുടെ 3 ആളുടെയും പൊട്ടി എന്നുള്ള സന്തോഷമായിരിക്കും 3 പേരുടെയും അടുത്ത്. അപ്പം അച്ഛൻ പറയും വിളിച്ചിട്ട്, മക്കളെ, എൻ്റെ ജീവിതം എത്ര കാലത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എനിക്ക് അസുഖമായി വയ്യാണ്ടായി, ഞാനൊരു കാലത്ത് മരിക്കും. പക്ഷേ നമ്മുടെ സമ്പാദ്യവും സ്വത്തും ഒക്കെ നിങ്ങൾക്ക് ധാരാളം മതി 3 പേർക്കും ജീവിക്കാൻ, നിങ്ങളുടെ തലമുറയ്ക്ക് ജീവിക്കാൻ. പക്ഷേ അത് പോരാ, നിങ്ങൾ അധ്വാനിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ ഒത്തുചേർന്ന് നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലായോ, നിങ്ങൾ ആ കമ്പുകൾ ഒത്തുചേർന്ന് നിന്നപ്പോൾ പൊട്ടിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിച്ചു, എന്നിട്ട് പൊട്ടിയോ ഇല്ല. പക്ഷേ നിങ്ങൾ അവർ ഒറ്റയ്ക്കൊറ്റയ്ക്കായപ്പോഴോ പൊട്ടിക്കാൻ എളുപ്പമായില്ലേ, നിങ്ങൾ 2 കഷ്ണമാക്കി അതിനെ പൊട്ടിച്ചങ്ങോട്ട് എടുത്തു. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. നിങ്ങൾ 3 പേരും ഒന്നിച്ച് നിന്നാൽ നിങ്ങളെ തകർക്കാനോ നമ്മുടെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടാനോ നിങ്ങളുടെ ജീവിതത്തിനെ ഒരിക്കലും ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഭാവിയിൽ നിങ്ങൾ തമ്മിൽ ഒരു ഒത്തൊരുമയില്ലാതെ എൻ്റെ മരണശേഷം നിങ്ങൾ തമ്മിൽ തല്ലി വേർപിരിയുകയാണെങ്കിൽ നിങ്ങളെ കാര്യങ്ങളെല്ലാം കഷ്ടത്തിലാവും. നിങ്ങളെ ഇതുപോലെ തന്നെ പൊട്ടിച്ചെടുക്കാൻ, നിങ്ങളുടെ ജീവിതം പൊട്ടിക്കാനും ഇതുപോലെ ആളുകൾ ഒരുപാട് പേരുണ്ടാവും. ഒന്നിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നും നിങ്ങൾ ഒന്നിച്ച് കൂടി നിൽക്കണം, വിറക് കെട്ടുപോലെ നിൽക്കണം, അല്ലാതെ ചുള്ളിക്കമ്പുകളായിട്ട് മാറാൻ പാടില്ല എന്ന് പറയും അച്ഛൻ. അപ്പം അപ്പോഴാണ് മക്കൾക്ക് അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുക. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ നമ്മൾ തമ്മിൽ തല്ലിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ ഒന്നിച്ച് ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും, നല്ല ഫലവത്തായ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് അവർക്ക് 3 പേർക്കും മനസ്സിലാവും. അതിനുശേഷം അവർ അച്ഛന് സത്യം ചെയ്തു കൊടുക്കും, ഞങ്ങളെന്നും കൂടെ തന്നെ നിൽക്കും, ഒരിക്കലും ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവില്ല ആരെയും, ഞങ്ങൾ ചേർന്ന് നിന്നോളാം അച്ഛ, ഞങ്ങളുടെ കാര്യങ്ങൾ നന്നായി ചെയ്തോളാം അച്ഛൻ, ഒരു പേടിയും വേണ്ട എന്ന് വാക്ക് കൊടുക്കും. അതോടുകൂടെ അയാൾ സന്തോഷത്തോടെ ഇരിക്കും. കുറേ ദിവസം അവരുടെ കൂടെ സന്തോഷമായിട്ടിരുന്നിട്ട് അയാൾ മരിക്കുകയും ചെയ്യും. ഭാവി ജീവിതത്തിൽ എന്ത് സംഭവിക്കും, അവരൊത്തുചേർന്ന് നിൽക്കും. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അച്ഛൻ ഇല്ലെങ്കിലും 3 മക്കളും അച്ഛൻ പറഞ്ഞു തന്ന കാര്യം മറക്കാതെ ഒന്നിച്ച് ചേർന്ന് നിന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. അവരെ തകർക്കാൻ വേണ്ടി പലരും ശ്രമിക്കും, സ്വത്തും സമ്പാദ്യമൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കും. പുറത്ത് അങ്ങനെയാണല്ലേ, ചതിയന്മാരുടെ എണ്ണം കൂടുതലാണ്. ആരെങ്കിലും ഒരു പണിയും ചെയ്യാണ്ട് പറ്റിച്ചിട്ട് കാശുണ്ടാക്കാമെന്ന് ആരെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ കൂടുതലാണ് അല്ലേ. നമ്മളെ പറ്റിക്കാൻ ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ നല്ലത് ചെയ്ത് കണ്ടുപിടിക്കാനോ നമ്മുടെ കൂടെ നല്ലതിന് നിൽക്കാനോ ആളുകൾ കുറവായിരിക്കും. അപ്പോൾ സ്വന്തം സുഹൃത്തുക്കളെ കാട്ടിലും കൂടുതൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും. അത് നല്ല ആളുകളെ കണ്ടെത്താനും നമുക്കറിയണം, നമ്മുടെ ബന്ധങ്ങളെ സൂക്ഷിക്കാനും നമുക്ക് അറിയണം. അങ്ങനെ തന്നെ ഓമന മക്കൾക്ക് 3 മക്കളെയും ഒരുപാട് സ്നേഹിച്ചിരുന്ന അച്ഛനായിരുന്നു. ഓമന മക്കൾക്ക് ഒരു കെട്ട് വിറകിൻ്റെ ശക്തി എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അച്ഛൻ അങ്ങനെ കഥ അവസാനിച്ചിരുന്നു. ഈ കഥ കുഞ്ഞു കഥയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന വളരെ നല്ല കഥകളിൽ ഒരെണ്ണമാണ്. എല്ലാവരും തങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി വീണ്ടും വേറെ നല്ല കഥയായിട്ട് കാണുന്നത് വരെ
താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.